ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമാകുന്ന ഒരു പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എന്നെയും ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാം ദൈവം രാത്രിയുടെ യാമങ്ങളിൽ കൂടെയിരുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മോട് കൂടെയിരുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്കും ദൈവം ഭാഗ്യം തന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വലിയ വിശ്വാസത്യാഗം എന്നുള്ളത് സംബന്ധിച്ചാണ്. അതിനാധാരമാക്കി ഒരു ദൈവത്തിന്റെ വചനം ഞാൻ ഇവിടെ വായിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിനുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ലോകം നാം എടുത്തൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒന്ന് ദൈവത്തിന് സ്തോത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ, അനേക സഭകൾ ഇന്ന് ലോകത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനേക പേരുകൾ ഇട്ടുകൊണ്ട്, അനേക ദൈവസഭ എന്ന് പറഞ്ഞുകൊണ്ട് അനേക ഇടങ്ങളിൽ ആരാധനകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന് സ്തോത്രം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നാലെ ഒരു കൂട്ടം ജനതകൾ അവർക്ക് ദൈവത്തിന്റെ വചനമല്ല, അവർക്ക് ദൈവത്തിന് സ്തോത്രം മുൻതൂക്കം. പിന്നെയോ അവർക്ക് എവിടെ സമാധാനം കിട്ടും, എവിടെ അത്ഭുത പ്രവൃത്തി നടക്കുന്നു, എവിടെ വീര്യപ്രവൃത്തി നടക്കുന്നു, എവിടെ രോഗശാന്തി നടക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിലെ മനുഷ്യർ രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അനേക വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രാണന് വേണ്ടിയോ അവരുടെ നിത്യജീവന് വേണ്ടിയോ അല്ല അവർക്ക്. താൽക്കാലികമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവർക്ക് ആശ്വാസം വേണം, സൗഖ്യം വേണം, അല്ലെങ്കിൽ പണം സമ്പാദിക്കണം, എളുപ്പം എനിക്ക് പണക്കാരനാകണം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ചിന്തയോടുകൂടെയാണ് ഇന്ന് അനേക മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്ത്യകാലത്ത് അനേക വിശ്വാസികൾ പോലും വിശ്വാസത്യാഗം അനുഭവിക്കുന്നു. അനേക വിശ്വാസികൾ പോലും വിശ്വാസത്തിൽ നിന്നും ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നും വിട്ടുമാറുന്നു. കാരണം എന്താണ്? ഈ ലോകത്തിലേക്ക് കള്ളപ്രവാചകന്മാർ ഇറങ്ങി അവരുടെ ദൈവവചനത്തിന് അടിസ്ഥാനമല്ലാത്ത കാര്യങ്ങളെ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അവർ ജീവിതത്തിൽ മുൻപോട്ട് ദൈവത്തിന് സ്തോത്രം പോകുവാൻ കഴിയാത്ത രീതിയിൽ കള്ളപ്രവാചകന്മാർ അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, ദൈവത്തിന്റെ പ്രമാണം വിട്ട്, ദൈവകൽപ്പന വിട്ട് എവിടെ ആരാധന നടക്കുന്നുണ്ടോ, എവിടെ എന്ത് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടോ, എന്ത് അത്ഭുത പ്രവൃത്തി നടക്കുന്നുണ്ടോ, അത് ദൈവിക വചനത്തിന് വിരുദ്ധമായിട്ടാണ്. അനേക പ്രവാചകന്മാർ പ്രസംഗിക്കുന്നു, വചനത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടോ എന്ന് ഈ നാളുകളിൽ നാം എന്ത് ചെയ്യണം? ശോധന ചെയ്യുന്നവരായിരിക്കണം. ആ ശോധന ചെയ്തുകൊണ്ട് മാത്രമേ വിശ്വാസ ജീവിതം നമുക്ക് മുൻപോട്ട് കാണുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കള്ളപ്രവാചകന്മാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം അവരെ വിവേചിച്ച് മനസ്സിലാക്കുവാനുള്ളതായിരിക്കുന്ന ഒരു വലിയ ദൈവത്തിന് സ്തോത്രം കൃപ ഈ നാളുകളിൽ ദൈവത്തിന്റെ മക്കൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയും എത്ര പ്രതികൂല സന്ധികളിലും അവര് മാറത്തില്ല. നമുക്കറിയാമല്ലോ സാത്താന്റെ പ്രവൃത്തി ആ ദൈവത്തിന് സ്തോത്രം എങ്ങനെയാണെന്ന്. ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ ഒരിക്കൽ ചെന്ന് അവരെ ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവരുവാനായിട്ട് ഇരിക്കുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ മന്ത്രവാദികളെയും ശൗനകാദികളെയും ഒക്കെ വിളിച്ചിട്ട് ആ മോശയുടെ മുൻപിൽ വെച്ച് അവരുടെ കയ്യിലിരിക്കുന്ന ആ വടിയെ സർപ്പമാക്കി മാറ്റുവാനിടയായി. അത് കണ്ടുകൊണ്ട് മോശ ഒരിക്കലും ഭയന്നില്ല. കാരണം അതിലും ശക്തനായിരിക്കുന്ന ഒരു ദൈവമാണ് എന്നെ വിട്ടെന്നുള്ള ആ വലിയൊരു പ്രത്യാശ. അവൻ ശുദ്രകാർക്കോടോ മന്ത്രവാദികളോടോ ശകനവാദികളോടോ ഒന്നും അവൻ പോരാടാൻ നിന്നില്ല. ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മോശ എന്ത് ചെയ്തറിയാമോ? മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയും നീ താഴെയിടാൻ പറഞ്ഞു. അപ്പോൾ താഴെയിട്ടപ്പോൾ അതും സർപ്പമായി മാറി. എങ്ങനെ ഇരിക്കുന്നു? രണ്ടും ഒരേ ശക്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി പോലെ തന്നെ സാത്താനും പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അവിടെ അത്ഭുതം നടക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഓടിപ്പോകുമ്പോൾ നിങ്ങൾ അതിനെ വിവേചിച്ച് മനസ്സിലാക്കണം. എന്നാൽ മോശയുടെ കയ്യിലിരുന്ന വടി സർപ്പമായെങ്കിൽ
ആ സർപ്പം ഫറവോന്റെ മന്ത്രവാദിയുടെ സർപ്പത്തെ വിഴുങ്ങിക്കളയുവാനിടയായി തീർന്നു. ലോകശക്തിക്ക് ദൈവശക്തിയെ വിഴുങ്ങുവാൻ കഴിയുകയില്ല. എന്ന ദൈവശക്തിക്ക് ലോകശക്തിയെ വിഴുങ്ങിക്കളയുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, ദൈവത്തിന് സ്തോത്രം, കള്ളപ്രവാചകന്മാർ അനേകര് വന്നിരിക്കുകയാണ്. ഇവരെ വിശ്വസിക്കരുത്. ഇവരെ നമ്മളെപ്പോഴും തിരിച്ചറിയുന്നവരായിരിക്കണം. യേശു തന്റെ ശിഷ്യന്മാർക്ക് ഇതേ സാത്താന്റെ ചതിയെയും വഞ്ചനയെയും പറ്റി ഇതുപോലെ കള്ളപ്രവാചകന്മാർ ഇറങ്ങും, അനേക വൃതന്മാരെ തെറ്റിക്കും എന്നൊക്കെ തന്റെ ശിഷ്യന്മാർക്ക് യേശു മുൻകൂറായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ദൈവത്തിന് സ്തോത്രം, അവർ വരുന്നത് അവർ ആടുകളുടെ ദേശം പൂണ്ട് അവർ വരും. ദൈവത്തിന് സ്തോത്രം, അവരുടെ അകത്ത മനുഷ്യൻ കടിച്ചു കീറുന്ന ഒരു ചെന്നായെ പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ ആദ്യം കാണുമ്പോൾ ഒരു കുഞ്ഞാടിന്റെ വേഷം പൂണ്ട് ശത്രുവായവൻ കടന്നു വരും. എന്നാൽ അവസാനം അവർ കടിച്ചു കീറുന്ന ചെന്നായെ പോലെ ആക്കി തീർക്കും. മത്തായിയുടെ സുവിശേഷം 7:15 വ്യക്തമായിട്ട് അത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള അധർമ്മമൂർത്തികൾ പ്രത്യക്ഷപ്പെടുവാൻ നാളുകൾ അടുത്തുകൊണ്ട്, അതുകൊണ്ട് വിശ്വാസികൾ ഇവരെ ദൈവത്തിന് സ്തോത്രം, ഇവരുടെ വാക്കുകളിലോ വഞ്ചനയായിരിക്കുന്ന വാക്കുകളിൽ പെടാതെ ദൈവത്തിന് സ്തോത്രം ദൈവഗുരു പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം അവരുടെ ദൈവീയ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വ്യാജ ഉപദേഷ്ടാക്കളെ ദൈവത്തിന് സ്തോത്രം സഭയ്ക്കുള്ളിൽ കടത്താതെ പ്രത്യക്ഷനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തി നാം ഈ നാളുകളിൽ മുൻപോട്ട് നീങ്ങേണ്ടത് ആവശ്യമാണ്. സത്യമില്ലാത്ത ഒന്നിലും നാം വിശ്വസിക്കരുത്. സത്യത്തിൽ മാത്രം എന്ത് ചെയ്യണം? നാം വിശ്വസിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഇന്ന് തകർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സഭ അഥവാ ഒരേ ഒരു വിശ്വാസികൾ എന്ന് പറയുന്നത് ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നതായ തന്റെ മക്കളെ തകർക്കുവാനായിട്ട് ദൈവത്തിന് സ്തോത്രം ശത്രുവായവൻ ആലോചനയും പദ്ധതിയും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള സഭക്കാരെ സാത്താൻ ആവശ്യമില്ല. കാരണം അവർ സാത്താന്റെ വലയത്തിൽ കിടക്കുന്നവരാണ്. ദൈവകൽപ്പന അനുസരിക്കുന്ന നാം ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ഈ നാളുകളിൽ മുൻപോട്ട് നീങ്ങാം. അതുകൊണ്ട് മോഹനമാകുന്ന വഞ്ചനയിലോ അവമോഹനമാകുന്ന വാഗ്ദാനങ്ങളിലോ സാത്താൻ കൊണ്ടുവരുന്നതായ ഒരു പ്രലോഭനങ്ങളിലോ നാം അകപ്പെട്ടു പോകാതെ നാം പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ ദൈവവചനത്തിന് അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ജന്മദിനം ആഘോഷിക്കുന്നതായ ശോശാമ ചാണ്ടി ചെന്നൈ, ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവേ, പ്രഭാതം കണ്ടുണരുവാൻ, സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം ധ്യാനിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ ഒരുക്കിയല്ലോ. ഞങ്ങൾ എപ്പോഴും കർത്താവെ ചഞ്ചലപ്പെടുന്നവരല്ല. കർത്താവെ അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും പുറകെ പോകുന്നവരല്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ദൈവവചനത്തിലും ദൈവകൽപ്പനയിലും അടിയുറച്ച് അങ്ങയുടെ വരവരെ നിൽപ്പാൻ സഹായിക്കണം. പ്രത്യേക ശോശാമ ചാണ്ടി സൗണ്ടിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള നാളുകളിൽ സ്വർഗം അവിടുന്ന് നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ എല്ലാ നന്മകളും അനുഗ്രഹവും പ്രിയ സഹോദരമേൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലവണക്കിയിരിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രഭാതത്തിൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.